നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മൊറോക്കോ തുടരൻ വിജയങ്ങളുമായിട്ട് കുതിക്കുകയാണ്. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ആഫ്കോണിൽ അവർ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ ഗ്രൂപ്പ് മത്സരവും വിജയിച്ചു കയറിയിരിക്കുന്നു. ഈ തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും ഇതാ ഗോളടിച്ചിരിക്കുന്നു റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം ബ്രാഹിം ഡയസ്. സാംബിയക്കെതിരെയായിരുന്നു ഇന്നലത്തെ കളി. ആ മത്സരം ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് വിജയിച്ചത്. എൽ കാബിയുടെ ഗോളുകൾ 2 ഗോളുകൾ അദ്ദേഹം നേടി. വീണ്ടും ഒരു ബൈസിക്കിൾ ഗോളൊക്കെ നമ്മൾ കണ്ടു. ബ്രാഹിം ഡയസിൻ്റെ ഗോൾ അതുകൂടാതെ വന്നതോടുകൂടി ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് വിജയിച്ചു കയറിക്കുന്നത്. ഏതായാലും അഷ്റഫ് ഹക്കീമി കളിക്കാനിറങ്ങി എന്നുള്ളതും ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും 3-0 വിജയം സാംബിയക്ക് മേൽ മൊറോക്കോ നേടിയിരിക്കുന്നു. കഴിഞ്ഞ 2 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും ബ്രാഹിം ഡയസ് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ കളി കാമറൂസിന് ഏകപക്ഷീയമായ 2 ഗോളിന് തോൽപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഗോളുണ്ടായിരുന്നു. മാലിക്കെതിരെ 1-1 സമനില. ആ കളിയിലും ബ്രാഹിം ഡയസ് പെനാൽറ്റിയിലൂടെ മൊറോക്കോക്കായിട്ട് ഗോളുകൾ നേടുന്നു. ഇതോടുകൂടി ചരിത്രമാണ് പിറന്നിരിക്കുന്നത്. 50 വർഷക്കാലത്തിനിടയ്ക്ക് ഇങ്ങനെ ആഫ്കോണിലെ തുടർച്ചയായ 3 കളികളിലും ഒരാളും മൊറോക്കോക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ സംഭവിക്കുന്നു. ഹിസ്റ്റോറിക് ഗോളാണ് ബ്രാഹിം ഡയസിൻ്റേത്. He becomes the first Moroccan to score in 3 straight AFCON matches since Ahmed Faraz in 1976. That's nearly 50 years. 1976 അഹമ്മദ് ഫറാസ് ആഫ്കോണിൻ്റെ 3 മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ഗോളടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മൊറോക്കോക്കാരൻ ആ രൂപത്തിൽ 3 ഗോളുകൾ നേടുന്നത്. സോ ഹിസ്റ്റോറിക് പെർഫോമൻസ്, ചരിത്രം കുറിച്ചിരിക്കുന്നു ബ്രാഹിം ഡയസ്. ഏതായാലും മൊറോക്കോ ഫുട്ബോൾ ലോകത്ത് വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ 11ാം സ്ഥാനത്താണ്. ആഫ്കോണിലും അവർ കുതിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.